ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷിഫൂസ് കിച്ചൺ ടൂറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. ട്രൈ കളർ പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്കിതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മുടെ പച്ചരി പൊടിച്ചെടുത്തതാണ്, നമ്മൾ പുട്ടിനൊക്കെ പൊടിച്ചെടുക്കുന്നത് പോലെ. പിന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കഞ്ഞിക്കൂർക്കണ്ടല എന്ന് പറയും ഇതിന്, ഇവിടെയൊക്കെ കഞ്ഞിക്കൂർക്കണ്ടല എന്നാണ് പറയുക. അപ്പം അതുപോലത്തെ ഇല എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്തിട്ടുണ്ട്. ഈ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ പുട്ട് റെഡിയാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഈ പുട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു ഹാഫ് കുക്കായി കിട്ടിയാൽ മതി. ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ക്യാരറ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്കിതുപോലെ നമ്മുടെ ഇലയും ഒന്ന് തിളപ്പിച്ചെടുക്കാം. ആ പച്ചപ്പൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നത്. കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മുടെ ഇലയും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്യാരറ്റ് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ക്യാരറ്റ് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ നമ്മുടെ ആ ഇലയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആ ഇലയും ഒന്ന് അരച്ചെടുക്കാം. ഇല അരച്ചെടുത്തതിൻ്റെ ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പം നമ്മുടെ ഇലയും അരിച്ചെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പുട്ടിന് കുതിർത്തുന്നത് പോലെ നമുക്ക് കുതിർത്തിയെടുക്കാം. നമ്മുടെ പൊടി നമുക്ക് കുതിർത്തിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതുപോലെ കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് അത് കുതിർത്തിയെടുക്കാം. നമ്മൾ സാധാ പുട്ടുണ്ടാക്കാൻ കുതിർത്തിയെടുക്കുന്നത് പോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. അപ്പം നമുക്കിതുപോലെ ഒരു കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്യാരറ്റ് വെച്ചിട്ടും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് പിന്നെ പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് കുതിർത്തിയെടുക്കാം. നമ്മൾ ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പം നമുക്കിതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇതൊരു ഓറഞ്ച് കളറാണ്, പക്ഷെ ഇത് ക്യാമറയിൽ കാണുമ്പോൾ ലൈറ്റ് കളറായിട്ടാണ് തോന്നുന്നത്. ഇനി നമുക്ക് നമ്മുടെ അരിപ്പൊടിയിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് പച്ചവെള്ളത്തിൽ നമുക്കിതൊന്ന് കുതിർത്തിയെടുക്കാം. അപ്പം നമ്മൾ 3 കളറിൽ ഇവിടെ നമ്മൾ കുതിർത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ ഇതുപോലെ ഒരു പുട്ടിൻ്റെ അച്ചിലാണ് നമ്മൾ നമ്മുടെ പുട്ട് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ഫസ്റ്റ് നമുക്ക് പച്ച കളറിലുള്ളത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ ചിരവി വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വൈറ്റ് കളർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റത്തെ ലെയറും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഗ്യാസിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം.
അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഇപ്പം നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ആവി പിറക്കുന്ന പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ നമുക്ക് മറ്റുള്ളതും ചുട്ടെടുക്കാം. അപ്പം നമ്മളിവിടെ 3 പുട്ടാണ് റെഡിയാക്കിയിട്ടുള്ളത്. നമ്മുടെ പുട്ടെല്ലാം ഇവിടെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ വേറൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം. ഓക്കേ.